നമസ്കാരം. ഞാൻ ഡോക്ടർ വിന്നി വിജയൻ, ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ കാലിക്കറ്റിലത്തെ സീനിയർ കൺസൾട്ടന്റ് ഗൈനക്കോളജിസ്റ്റാണ്. ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു ടോപ്പിക് എന്നുള്ളത് മെനോപോസ് അഥവാ ആർത്തവ വിരാമം. ഏതൊരു സ്ത്രീക്കും നമ്മൾ ജനിച്ച് റീപ്രൊഡക്ഷൻ കഴിഞ്ഞ് അടുത്ത ഒരു ഫിസിയോളജിക്കൽ ആയിട്ടുള്ളൊരു ഫേസ് ആണ് മെനോപോസ്. ഇപ്പൊ നമുക്കറിയാം, അതൊരു സിംഗിൾ മന്തിലോ ഒരു സിംഗിൾ ദിവസത്തിലോ ഉണ്ടാവുന്ന ഒരു കാര്യമല്ല, അതൊരു ട്രാൻസിഷൻ ആണ്. പലർക്കും അത് 3-4 വർഷം എടുക്കാം, ചിലർക്ക് അത് 1 വർഷത്തിനുള്ളിലാവാം, ചിലർക്ക് വളരെ പെട്ടെന്ന് തന്നെ. ഇപ്പൊ സർജിക്കൽ മെനോപോസ് അല്ലെങ്കിൽ നമുക്ക് മെഡിക്കലി ഇൻഡ്യൂസ്ഡ് മെനോപോസ് എന്ന് പറയുന്ന സിറ്റുവേഷൻ പല കാര്യങ്ങൾക്ക് ട്രീറ്റ്മെന്റ് ആയിട്ട് നമ്മൾ ഉപയോഗിക്കാറുണ്ട്. അപ്പൊ ഇതിലൊക്കെ നമ്മൾ കോമൺ ആയിട്ട് കാണുന്ന ചില ചേഞ്ചസ് ഉണ്ട്. നമുക്ക് മനസ്സിലാവുന്നത് എന്താന്ന് വെച്ചാൽ, ഓവുലേഷൻ നിലയ്ക്കുന്നത് മാത്രമല്ല, ഇതിൽ നമ്മുടെ ഫീമെയിൽ ഹോർമോൺസ് ആക്ട് ചെയ്യുന്ന എല്ലാ അവയവങ്ങളും, അതായത് നമ്മുടെ സ്കിൻ, നമ്മുടെ ഹെയർ, അതേമാതിരി ഫീമെയിൽ ഓർഗൻസ് ആയ ബ്രെസ്റ്റ്, യൂട്രസ്, ഓവറീസ്, വെജൈന, ഇതല്ലാണ്ട് നമ്മുടെ യൂറിനറി ട്രാക്ട്, അതേമാതിരി ബോണിൻ്റെ ഹെൽത്ത്, കാർഡിയാക് ഹെൽത്ത്, ഇതൊക്കെ പല ചേഞ്ചസും ഈ ഒരു ട്രാൻസിഷൻ ഫേസിൽ അനുഭവപ്പെടും. ഏറ്റവും ഇമ്പോർട്ടൻ്റ്ലി വരുന്നത് നമ്മുടെ സ്കിന്നിൽ വരുന്ന ചേഞ്ചസ് എന്ന് പറഞ്ഞാൽ ലോസ് ഓഫ് ഇലാസ്റ്റിസിറ്റി. അത് മൂലം സ്കിൻ സാഗ് ചെയ്യാം, ലൈൻസ് വരാം, നമുക്ക് സാധാരണ ഫാറ്റ് കളയാനുള്ളൊരു ബുദ്ധിമുട്ട്. ഇപ്പം എത്ര എക്സസൈസ് ചെയ്താലും ഭക്ഷണം കുറച്ചാലും പലപ്പോഴും വയറിന് ചുറ്റുമുള്ള അല്ലെങ്കിൽ ഹിപ്സ് ആൻഡ് ബട്ടക്സിന് ചുറ്റുമുള്ള ഫാറ്റ് കുറയാത്തൊരു സിറ്റുവേഷൻ കാണാം. ഇതല്ലാണ്ട് നമുക്ക് ബോൺസ് യൂഷ്വലി സ്ട്രോങ് പ്രൊട്ടക്ഷൻ തരുന്നതാണ് ഈസ്ട്രജൻ ഹോർമോൺ. അതിൻ്റെ അളവ് കുറയുമ്പോൾ കാൽഷ്യം ആൻഡ് വൈറ്റമിൻ ഡി അബ്സോർപ്ഷൻ കുറയും. ഇതുമൂലം നമ്മുടെ ബോണിൻ്റെ ഹെൽത്ത് കുറയും. കുറച്ച് പ്രായം കഴിയുമ്പോൾ ട്രിവിയൽ ട്രോമ, അതായത് നിസ്സാരമായിട്ടുള്ള അടി കിട്ടുമ്പോഴേക്കും അല്ലെങ്കിൽ വീഴുമ്പോഴേക്കും പൊട്ടലുകൾ ഉണ്ടാവാം. ബോൺ മാത്രമല്ല, ടീത്തിന്റെ ഹെൽത്തും അതേമാതിരി വളരെ കോമൺ ആയിട്ട് കാണുന്ന ഡെന്റൽ കേരീസ് തൊട്ട് പല്ല് വീണ് പോകുന്ന സിറ്റുവേഷൻ പോലും ഉണ്ടാവാം. ഇതല്ലാണ്ട് കാർഡിയാക് ഹെൽത്ത്, നമുക്ക് ഫീമെയിൽ ഹോർമോൺസ് ഉള്ളത് കൊണ്ടാണ് സ്ത്രീകൾക്ക് സ്വതേ 50 വയസ്സിന് മുന്നേ ഹാർട്ട് അറ്റാക്ക് ഒക്കെ ആണുങ്ങളെ സംബന്ധിച്ച് നോക്കുമ്പോൾ കുറവാണ്. പക്ഷെ ആ ഒരു പ്രൊട്ടക്ഷൻ നമുക്ക് മെനോപോസിന് ശേഷം നഷ്ടപ്പെടുന്നു. അപ്പോൾ എന്തായാലും കാർഡിയക് ഹെൽത്ത്, കൊളസ്ട്രോൾ വരാനുള്ള സാധ്യത, അതേമാതിരി ലൈഫ് സ്റ്റൈൽ ഡിസീസസ് ആയിട്ടുള്ള പ്രഷർ, ഡയബറ്റീസ്, ഇതൊക്കെ വരാനുള്ള സാധ്യതകൾ നമ്മൾ കൂടുതലായിട്ട് കാണുന്നു. ഇതല്ലാണ്ട് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത് ഇപ്പൊ യൂറിനറി പ്രോബ്ലംസ്, ഫ്രീക്വൻ്റ് ആയിട്ടുള്ള യൂറിനറി ഇൻഫെക്ഷൻ, ആ ഒരു ഏരിയയിൽ വല്ലാണ്ട് ബേണിങ്, ഇച്ചിങ്, അതേമാതിരി വെജൈനൽ ഡ്രൈനെസ്, കോൺടാക്ട് ചെയ്യുമ്പോൾ സെക്ഷൽ കോൺടാക്ടിന്റെ സമയത്ത് ഒരു ഡിസിൻട്രസ്റ്റ്, അത് യൂഷ്വലി പെയിനോ ഡ്രൈനെസ്സോ കാരണം ആയിരിക്കാം. ഇതല്ലാണ്ട് സീരിയസ് ആയിട്ട് വരുന്ന ചേഞ്ചസ്, അതായത് നമ്മുടെ ഓവറീസിന്റെ ഷ്രിങ്കേജ്, അതേമാതിരി യൂട്രസിന്റെ എൻഡോമെട്രിയൽ ലൈനിങ്ങിൽ വരുന്ന ചേഞ്ചസ്, ഇതൊക്കെയാണ് നമ്മുടെ മെനോപോസിൽ സാധാരണ കണ്ടുവരുന്ന കാര്യങ്ങൾ. ഇത് നമുക്ക് മനസ്സിലാക്കേണ്ടത് ഇതൊരു ഫിസിയോളജിക്കൽ പ്രോസസ്സാണ്, എല്ലാവർക്കും ഉണ്ടാവുന്നതാണ്. പക്ഷേ ഇതിന്റെ സിംറ്റംസിന്റെ അളവ് ഓരോരുത്തർക്കും ഒരേപോലെ ആയിരിക്കും. ഒരു കുടുംബത്തിൽ തന്നെ ഇപ്പോൾ സിസ്റ്റേഴ്സിന് തന്നെ വ്യത്യാസം ഉണ്ടാവും. ഒരാൾക്ക് വളരെ കംഫർട്ടബിൾ ആയിട്ട് ആ ട്രാൻസിഷൻ ചെയ്യാൻ പറ്റും, പക്ഷേ ഒരാൾക്ക് ചിലപ്പോൾ വളരെ ഇറിറ്റബിൾ ആയിരിക്കാം, മൂഡ് സ്വിങ്സ് വരാം. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാണുന്ന സിംറ്റംസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഹോട്ട് ഫ്ലഷസ്, പെട്ടെന്ന് ദേഹം ഒരു കാരണവും ഇല്ലാതെ, ഈവൻ തണുപ്പ് കാലത്തായാൽ പോലും പെട്ടെന്ന് ചൂടാവുക, അതേമാതിരി രാത്രി കിടന്ന് ഉറങ്ങുന്നതിന് വേർത്ത് എണീക്കുക, ഇതൊക്കെ വളരെ കോമൺ ആയിട്ട് വരുന്ന സിംറ്റംസ് ആണ്. ചിലർക്ക് അതൊരു 1-2 മാസം അല്ലെങ്കിൽ ചിലപ്പോൾ 1 വർഷമേ ഉണ്ടാവുള്ളൂ, പക്ഷെ ഒരു 3 തൊട്ട് 5 വർഷം വരെ ഇത് ലാസ്റ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ടാവാം. ഇതിനെയാണ് നമ്മൾ വാസോമോട്ടോർ സിംറ്റംസ് എന്ന് പറയാം. ഇതല്ലാണ്ട് നമുക്ക് വെജൈനൽ ഡ്രൈനെസ്സും യൂറിനറി ഇൻഫെക്ഷൻസും ഇതിന്റെ തന്നെ ഭാഗമായിട്ട് വരുന്നതാണ്. അത് കൂടാണ്ട് പോസ്റ്റ് മെനോപോസൽ ബ്ലീഡിങ്, അതായത് 1 വർഷം പീരിയഡ്സ് ഇല്ലാതിരിക്കുക, അത് കഴിഞ്ഞിട്ട് വെജൈനൽ ബ്ലീഡിങ് വരികയാണെങ്കിൽ അതൊരു സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള സിംറ്റമാണ്. മസ്റ്റായിട്ടും നമ്മൾ ഈ ഒരു കാരണം വരികയാണെങ്കിൽ ഡോക്ടറെ കാണിച്ച് അൾട്രാസൗണ്ട് സ്കാൻ ചെയ്ത് തന്നെ തീരുമാനിക്കണം പ്രോബ്ലം ഒന്നും ഇല്ല എന്നുള്ളത്. മെനോപോസിൽ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ, ഫ്രീക്വൻ്റ് ആയിട്ട് മേല് കഴുകുക.
ബോഡിയുടെ ടെമ്പറേച്ചർ നാച്ചുറലി കൂൾ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ, അതായത് ലൈറ്റ് കോട്ടൺ ക്ലോത്ത്സ്, ലൂസ് ഫിറ്റിംഗ് ക്ലോത്ത്സ് യൂസ് ചെയ്യാം. അതേമാതിരി ഒരുപാട് വെള്ളം കുടിക്കുക. നമ്മൾ വെള്ളം എത്ര കുടിക്കുന്നോ ബോഡിയുടെ ടെമ്പറേച്ചർ നാച്ചുറലി അഡ്ജസ്റ്റ് ആവും. കഴിക്കുന്ന ഭക്ഷണത്തിലും ചേഞ്ചസ് വേണം. ഒരുപാട് കൊഴുപ്പ് അല്ലാണ്ട് കാർബോഹൈഡ്രേറ്റ്സ് ഒരുപാട് കഴിക്കാതെ നന്നായിട്ട് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ്, വെള്ളത്തിന്റെ കണ്ടന്റ് കൂടുതലുള്ള ക്യുക്കുംബർ, അതേമാതിരി വാട്ടർമെലൺ, ഈ വക സാധനങ്ങൾ നന്നായിട്ട് കഴിക്കാൻ നോക്കുക. അതേമാതിരി ഫീമെയിൽ ഹോർമോൺസ് അടങ്ങിയ പലതരം വെജിറ്റബിൾസും ഫ്രൂട്ട്സും നമുക്കുണ്ട്. ഇപ്പൊ സോയാബീൻ, അതേമാതിരി ചേന, ഇതൊക്കെ നല്ല ഫൈറ്റോ ഈസ്ട്രജൻസ് എന്ന് പറഞ്ഞ കണ്ടന്റ് കൂടുതലുള്ള ഭക്ഷണമാണ്. അപ്പൊ അതൊക്കെ നമ്മുടെ ഡെയിലി ഡയറ്റിൽ. അതേമാതിരി ചിയ സീഡ്സ്, ക്വിനോവ എന്നുള്ള ഫ്ലാക്സ് സീഡ്സ്, ക്വിനോവ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഡയറ്ററി സപ്ലിമെന്റ്സ്, ഇതൊക്കെ ഇടയ്ക്കെങ്കിലും ഭക്ഷണത്തിൽ ഇൻക്ലൂഡ് ചെയ്താൽ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. ഇത് കൂടാണ്ട് നമ്മുടെ നാടൻ നാര് ഉള്ള എല്ലാ ഭക്ഷണങ്ങളും, വാഴയുടെ കൂമ്പ്, പിണ്ടി, അതേമാതിരി നമുക്ക് ചീര, എല്ലാ തരം ഇലക്കറികൾ, മുരിങ്ങയുടെ ഇല, ഇതൊക്കെ നമുക്ക് നന്നായിട്ട് നമ്മുടെ ഫീമെയിൽ ഹോർമോൺസ് അടങ്ങിയ സാധനങ്ങളാണ്. അപ്പോൾ അതിൻ്റെ കൂടെ നട്ട്സ്, ബെറീസ്, ഇതൊക്കെ റെഗുലർ ആയിട്ട് ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്താൽ നമ്മുടെ ഫിസിക്കൽ ഹെൽത്ത് വളരെയധികം ഇമ്പ്രൂവ് ചെയ്യും. അതേമാതിരി ഡെഫിനറ്റ്ലി ഒരു അരമണിക്കൂർ എന്തെങ്കിലും ഒരു എക്സസൈസ്, ഡെയിലി പറ്റില്ലെങ്കിൽ ഓൾട്ടർനേറ്റ് ഡേ 1 hour വേർക്കുന്ന രീതിയിലുള്ള എന്തെങ്കിലും ഒരു എക്സസൈസ് കണ്ടുപിടിക്കാൻ നോക്കാം. അത് എപ്പോഴും നമ്മളൊരു ഗ്രൂപ്പ് ആക്ടിവിറ്റി ആയി ചെയ്താൽ ഇറ്റ് വിൽ ബി എ ഫൺ എൻഗേജ്മെന്റ് ഫോർ യു ആൻഡ് ഒരു ഗ്രൂപ്പ് ഓഫ് ഫീമെയിൽസ് ഇൻ ദ സിമിലർ ഏജ് ഗ്രൂപ്പ്. അപ്പോൾ സമപ്രായക്കാരായ ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ അവരെ ഇൻവോൾവ് ചെയ്തിട്ടുള്ള ഇപ്പോൾ സുംബ, എറോബിക്സ്, അല്ലെങ്കിൽ റെഗുലർ ആയിട്ടുള്ള ഡാൻസ്, ഇപ്പൊ പുതുതായിട്ട് കണ്ടുപിടിക്കാൻ പറ്റുന്ന ആക്ടിവിറ്റീസ് എന്തും ഏർപ്പെടാം. ഇത് കൂടാണ്ട് നമുക്ക് എപ്പോഴാണ് ഒരു ഡോക്ടറെ സമീപിക്കേണ്ടത്? എന്തെങ്കിലും നമുക്ക് ബ്രസ്റ്റിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലും ബോഡിയിലൊരു എക്സ്ട്രാ മാസ് ആയിട്ട് തോന്നുകയാണെങ്കിൽ, എന്തെങ്കിലും ഒരു മുഴ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അസാധാരണമായിട്ടുള്ള വേദന വരികയാണെങ്കിൽ ഡെഫിനറ്റ്ലി വന്ന് ഒരു ഗൈനക്കോളജിസ്റ്റിനെ കൺസൾട്ട് ചെയ്യാം. അതേമാതിരി എല്ലാ മാസവും കൃത്യമായിട്ട് നമ്മളിപ്പോൾ പീരിയഡ്സ് ഉള്ളപ്പോൾ നോക്കുന്ന പോലെ തന്നെ എവ്രി മന്ത് ഒരു സെൽഫ് ബ്രസ്റ്റ് എക്സാമിനേഷൻ, അത് ആ മന്തിൽ ഒരു ദിവസം കാലണ്ടറിൽ മാർക്ക് ചെയ്ത് വെച്ച് മസ്റ്റായിട്ട് മേല് കഴുകി കഴിഞ്ഞാൽ കക്ഷവും മാറും എക്സാമിൻ ചെയ്യുക. എന്ത് സംശയം ഉണ്ടെങ്കിലും വന്ന് കാണിക്കുക. ഇത് കൂടാണ്ട് സിവിയർ ആയിട്ടുള്ള സിംറ്റംസ്, ഇപ്പൊ ഈ സിംറ്റംസ് ഒക്കെ നോർമൽ ആയിട്ട് ഉണ്ടാകാം എന്ന് പറയുമ്പോൾ ഇത് സിവിയർ ആണ്, നമുക്ക് ഉറക്കക്കുറവ് വരുന്നു, അല്ലെങ്കിൽ അത് കാരണം നമ്മുടെ മൂഡ് വല്ലാണ്ട് ഇറിറ്റബിൾ ആണ്, ഫാമിലിയിൽ ആർക്കും അഡ്ജസ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ട് തോന്നുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി വന്ന് കാണിച്ച് നമുക്ക് ഇതിന് ഹോർമോൺ റീപ്ലേസ്മെന്റ് ട്രീറ്റ്മെന്റ് എന്നുള്ള ഒരു വളരെ ഇഫക്റ്റീവ് ആയിട്ടുള്ള ഒരു മാർഗമുണ്ട്. ഷോർട്ട് ടേമിന് ഹോർമോൺസ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഈ ട്രാൻസിഷൻ കുറച്ചും കൂടെ കംഫർട്ടബിൾ ആക്കാൻ പറ്റും. അപ്പോൾ എന്തെങ്കിലും ഒരു വാസോമോട്ടർ, അതായത് ഈ നൈറ്റ് സ്വെറ്റ്സ്, അല്ലെങ്കിൽ ഈ യൂറോജനൈറ്റിൽ ഇച്ചിങ്, ബേണിങ്, അല്ലെങ്കിൽ തീരെ സെക്ഷൽ ഇതിൽ നമുക്കൊരു സെക്ഷൽ കോണ്ടാക്റ്റിന് താല്പര്യക്കുറവ്, അത് വളരെ ഡിസ്ട്രെസ്സിങ് ആയി തോന്നുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി വന്ന് കാണിച്ച് അതിനുള്ള ട്രീറ്റ്മെൻറ്റ് എടുക്കാം. ഇത് കൂടാണ്ട് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഫാമിലിയുടെ സപ്പോർട്ടാണ്. അവരെ എഡ്യൂക്കേറ്റ് ചെയ്യുക ദാറ്റ് ഈവൻ ദോ ഇറ്റ് ഈസ് നോർമൽ, ഐ നീഡ് യുവർ സപ്പോർട്ട്. അത് പറയാൻ തീരെ മടിക്കരുത്. അതേമാതിരി കൂടെയുള്ള മക്കളായാലും അതെ, ഹസ്ബൻഡ് ആയാലും അതെ, ബാക്കി ഫാമിലി മെമ്പേഴ്സ് ആയാലും ഈ ഒരു സമയത്ത് സ്ത്രീകൾക്ക് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് പ്രഗ്നൻസി പോലെ തന്നെ ആവശ്യമുള്ള ഒരു സമയമാണെന്ന് മനസ്സിലാക്കാം. അപ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് സ്ത്രീകളുടെ ഹെൽത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കൺസിഡർ ചെയ്യണം. എന്ന് വെച്ചാൽ അതാണ് ഒരു വീടിൻ്റെ ഹെൽത്ത്. ഡെഫിനറ്റ്ലി എ ഹാൻഡ് ദാറ്റ് റോക്സ് ദ ക്രേഡിൽ റൂൾസ് ദ വേൾഡ്. താങ്ക് യു.